LDF-നെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 12-1, 2016 12-1, ഒറ്റ സീറ്റ് മാത്രമേ കഴിഞ്ഞ 10 വർഷത്തെ 2 തെരഞ്ഞെടുപ്പിലും നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയാണോ? ഞങ്ങൾ ഈ മണ്ഡലങ്ങളിലൊക്കെ പോകുമ്പോൾ ടൈറ്റ് ഫൈറ്റാണ്. LDF തോക്കുന്നെങ്കിൽ ആ തോൽവി നിശ്ചയമായിട്ടും തൃശ്ശൂരിൽ പ്രതിഫലിക്കും. ഒരു ടെൻഷനൊക്കെ ഉണ്ടോ മുഖത്തിപ്പോൾ? മൈക്കെടുക്കും. നിങ്ങൾ കഴിഞ്ഞ 2021 ഇലക്ഷനിലും ടൈറ്റ് ഫൈറ്റ് ആയിരുന്നു തൃശ്ശൂർ ജില്ലയിൽ. സംഭവിച്ചത് എന്താണെന്നുള്ളത് അഭിലാഷിന് അറിയാലോ. ഇത്തവണ ഫൈറ്റ് എത്ര ടൈറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞാലും വിജയം ഇടതുപക്ഷത്തിൻ്റെ ആയിരിക്കും. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ ജസ്റ്റ് മിസ്സായിട്ടുള്ള ചാലക്കുടി മണ്ഡലം ഞങ്ങൾ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. മറ്റ് മണ്ഡലങ്ങളെപ്പറ്റി ഞങ്ങൾക്ക് യാതൊരു ആശങ്കകളുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പല ചാനലുകളും ഇപ്പോൾ നിങ്ങളടക്കമുള്ള ആൾക്കാർ, നിങ്ങൾ നാട്ടിലെ ആളുകളുടെ കൂടെ പോകുന്നുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 10 കൊല്ലം ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ് ഭരിച്ചാൽ ഈ സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ആൻറ്റി ഇൻകംബൻസി എന്നൊക്കെ പറയുന്ന ഭരണവിരുദ്ധ വികാരം അതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതായത് ആ രീതിയിൽ 10 കൊല്ലം ഭരിച്ചതിൻ്റെ ഒരു ഭരണവിരുദ്ധ വികാരം അല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത്. മറിച്ച് ഒരു പ്രതിപക്ഷ വിരുദ്ധ വികാരമാണ് വാസ്തവത്തിൽ ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ജനാധിപത്യത്തിൽ പ്രത്യേകം റോളുകളുണ്ട്. ആ റോളുകളിൽ ഭരണമേൽപ്പിച്ചിരിക്കുന്ന ഭരണകക്ഷിയുടെ ഉത്തരവാദിത്തം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ് പ്രഥമമായ പരിഗണന. ഞങ്ങൾ 2016-ലും 2021-ലും ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രകടന പത്രികയിലെ എല്ലാ വാഗ്ദാനങ്ങളും 98-99% വാഗ്ദാനങ്ങളും ഞങ്ങൾ നിറവേറ്റി എന്നുള്ളത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല. ഇന്ന് മുമ്പത്തേക്കാളും വളരെ ഓപ്പണായിട്ടുള്ള കാലമാണ്. ഞങ്ങൾക്ക് നുണ പറയാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ നിർവഹിച്ചുകൊണ്ടാണ് ജനങ്ങൾ മുമ്പിൽ വരുന്നത്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണപക്ഷത്തെക്കാളും റെസ്പോൺസിബിലിറ്റിയോടുകൂടി നാട്ടിൽ നടക്കുന്ന വികസനത്തോട് ക്രിയാത്മകമായിട്ടും അതേസമയത്ത് വിമർശനാത്മകമായിട്ടും അതിനോട് സമീപിക്കേണ്ട പ്രതിപക്ഷം പലപ്പോഴും ഏകപക്ഷീയമായ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് അപഹാസ്യരാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിന് കാരണം ഈ പ്രതിപക്ഷത്തെ ഭരിക്കുന്ന ഒരു കാര്യം പവർ പൊളിറ്റിക്സാണ്, അധികാര രാഷ്ട്രീയമാണ്. അവർ 10 കൊല്ലം അധികാരം കിട്ടാതിരുന്നതിന് ശേഷം നടക്കുന്ന ഇലക്ഷനിൽ അവർക്ക് ഇനി അധികാരം കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് അവരുടെ മുമ്പിലുള്ള ആശങ്ക, അല്ല നാടിനെ പറ്റിയുള്ള ആശങ്കയല്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം അതുകൊണ്ടാണ് അവർ വികസനത്തെ പറ്റിയോ ഇടതുപക്ഷ ജനാധിപത്യം ഉയർത്തുന്ന രാഷ്ട്രീയത്തെ പറ്റിയോ ചർച്ച ചെയ്യുന്നതിന് പകരം വൈകാരികമായതും കെട്ടിച്ചമച്ചതും അർദ്ധസത്യങ്ങൾ കൂട്ടിക്കലർത്തിയതും അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ പെട്ടെന്ന് പൊലിപ്പിച്ച് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പ്രത്യേക സാഹചര്യത്തിലെ ഒരു ചെറിയ മൂവ്മെൻറ്റിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ ജനങ്ങൾ വളരെ സീരിയസ് ആണ്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചും പറയുന്നത് 3ാം തവണ LDF അധികാരത്തിൽ വരുന്നത് പോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങൾക്ക് 13 സീറ്റിൽ 12 ഉള്ളൂ. ഞങ്ങളത് 13 ആക്കുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഹാട്രിക് അടിക്കുന്നതാണ് പ്രതീക്ഷ.